ഹലോ ഗായ്സ്, റമലാൻ കരീം. അപ്പോൾ എല്ലാവരും എന്നെ മറന്നുപോയോ? നിങ്ങളെല്ലാവരും ഓർക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ. ഇത് കുറേ മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇസാമോളെ പിന്നെ അവളെ പാർക്കിൽ കളിക്കാൻ കൊണ്ടുപോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത്. മറന്നുപോയിരിക്കുകയായിരുന്നു സത്യത്തിൽ. ഇപ്പോൾ റമലാനൊക്കെ ആയതുകൊണ്ട് ലൈവും വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഭാഗ്യമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും എന്നെ ഒന്ന് ഓർക്കാമല്ലോ അല്ലേ. ഇത് കുട്ടികളൊക്കെ എന്തോ വീഡിയോ എടുക്കാണ്, യൂട്യൂബിലോ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും. അവർ നല്ല തകർത്തായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു. അപ്പോൾ ഇതാണ് ഗൈസ് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ലക്ഷ്മി പാർക്ക്, ട്രിവാൻഡ്രത്തുള്ള. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കനകക്കുന്നാണ്. കാണാൻ ഒത്തിരി ഉണ്ട്, കളിക്കാനും ഉണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും ഇവിടെ വന്നാൽ. സമയം പോകുന്നത് അറിയേയില്ല. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയി ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് കളിച്ച് തകർക്കുന്നുണ്ട്. അവിടുത്തെ മക്കളും നന്നായിട്ട് കളിക്കുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർ ഒരുപാട് നേരമായിട്ടും അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഞാനിത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജോലിയല്ലേ. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്നുണ്ട്. ഇതവിടെ തൊട്ട് പിറകെ തന്നെ അവളെ ബാപ്പ ഉണ്ട്. വീണ് പോകുന്ന കരുതിയിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് കളിക്കാൻ കൂട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് പാർക്ക്. കുട്ടികൾ കളിക്കാൻ നല്ല ഏരിയയാണ്. ആ താഴെ ഇട്ടത് കണ്ടില്ലേ, കുട്ടികൾ താഴെ വീണാലും ഒന്നും പറ്റില്ല. ആ താഴെ ഇട്ടുന്ന ഷീറ്റ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ചവിട്ടി നടക്കാനൊക്കെ. ഇത് സ്റ്റെയറാണ്. അപ്പോൾ കുറേ വേസ്റ്റുകൾ കണ്ടപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയതാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളച്ചാട്ടം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒത്തിരി സ്ഥലമുണ്ട് അവിടെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മനസ്സൊന്ന് വല്ലാണ്ട് ശാന്തമാവുന്ന പോലെ തോന്നി. ഞാനിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസയും പാപ്പയും ഇങ്ങനെ കളിക്കാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇസനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ പാപ്പ. പിന്നെ ഇതിവിടെ ഇങ്ങനെ കളിക്കുന്ന സ്ഥലം, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കുട്ടികൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞത്. അത് കുറച്ച് നേരം നോക്കി നിന്നു ഞങ്ങൾ. നല്ല എക്സ്പീരിയൻസ് വേണം സത്യം പറഞ്ഞാൽ. ഇതാ കളിക്കുന്ന പാർക്കിൻ്റെ ഉള്ളിലാണ്. ഇത് നല്ല മ്യൂസിക് പോലെ ആയിട്ട് അതിങ്ങനെ കൊട്ടുമ്പോൾ ശബ്ദം കേൾക്കും, നല്ല മ്യൂസിക് പോലെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഏകദേശ രൂപം. ഇങ്ങനെയാണ്. ഇതൊക്കെ ഒരു കമ്പിയാണ്. അതിൻ്റെ മേലെ പിടിച്ച് കയറാം. കൈ തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കളിക്കാൻ നല്ല താഴെ എടുത്ത് കണ്ടില്ലേ. താഴെ വീണാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊത്തിരി കുട്ടികൾ കയറി നമ്മൾ തള്ളിക്കൊടുത്താൽ അതങ്ങ് പോകും. ഇങ്ങനെ കണ്ട നല്ല ഭംഗി. ഇസാദിലൊക്കെ കുറേ കളിച്ച് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഏകദേശ രൂപ ഇതാണ്. താഴെ വീണാലൊന്നും ആവില്ല ഗൈസ്. ചവിട്ടി നടക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കളിക്കാനൊക്കെ. ഇതൊരു ഊഞ്ഞാല പോലെയാണ്. അതിനുള്ളിൽ ഒത്തിരി കുട്ടികൾ കയറി തള്ളി കൊടുത്താൽ ഊഞ്ഞാല പോലെ വീഴും. അപ്പോൾ സന്ധ്യാനേരമായി, ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ സ്റ്റെയറിൻ്റെ അടുത്ത് ലൈറ്റൊക്കെ കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയായിപ്പെടുത്താണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് കുന്നിലേക്ക് കയറി. അവിടെ ഒത്തിരി പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, ലൈറ്റൊക്കെ കണ്ട് നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി. ഇസ ഓൾറെഡി നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെയും ഉണ്ട് ഗൈസ്, ഒത്തിരി കാണാനുണ്ട്. എടുക്കാനെങ്കിൽ ഒത്തിരി എടുക്കാനുണ്ടാവും. എൻ്റെ ഈ ഫോണിൽ അത്രയും ലോഡൊന്നും കയറില്ല. എങ്കിലും ഞാൻ ഏകദേശമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കാണാനുള്ളതൊക്കെ. അപ്പോൾ അവിടെ ഫുള്ള് ലൈറ്റ്സാണ് കേട്ടോ. നമ്മൾ രാത്രി നല്ല പോലെ രാത്രി ആയാലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എൻ്റെ ഫോൺ സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നടക്കാനുള്ള കൂടെ ഒരു വണ്ടി ഓടിച്ച് പോയിരുന്നുണ്ട്. ആ കൊച്ചുള്ളതുപോലെ അവർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങ് നിർത്താതെ അങ്ങോട്ട് പോവാൻ തന്നെ എന്താലേ. അപ്പോൾ ഇതാണ് കനകക്കുന്നിലുള്ള ഒരു കാഴ്ചകളൊക്കെ. കണ്ടില്ല ഗൈസ്, ഒരാളെ മുഖം പോലെയാണല്ലേ ലൈറ്റ്സ് കണ്ട. അപ്പോൾ ഈ ലൈറ്റൊക്കെ കണ്ടാൽ ഞാൻ കുഞ്ഞുങ്ങളാവും കേട്ടോ. ഞാൻ കുറേ നേരം അതിൽ ഒരു 2-3 തവണ ഞാൻ നടന്നു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു, പ്ലീസ് ഞാൻ നടന്നു വരുന്നത് ഒന്ന് എടുക്കുമെന്ന്. അങ്ങനെ ഹസ്ബൻഡ് എന്തോ ഭാഗ്യത്തിന് എടുത്ത് തന്നു. കക്ഷിക്ക് അതൊന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ നമ്മളിങ്ങനെ അതിനുള്ളിലോട്ട് കയറി. ഇതാണ് കനകക്കുന്ന് ഉള്ളിലുള്ള കാഴ്ചകളെല്ലാം. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കാണാതെ പോവല്ലേ. ഭയങ്കര മിസ്സിങ് ആയിരിക്കും. വരുമ്പോൾ കുറച്ച് സമയമുള്ളവർ മാത്രം വരാം. ഇതിനുള്ളിൽ കയറി ഇറങ്ങാൻ കുറച്ച് സമയം വേണം. കാരണം അത്രയും ചുറ്റി കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് അവിടെ പ്രോഗ്രാം നടക്കുന്ന നിശാഗന്ധി എന്ന് പറയുന്ന സ്ഥലം. ഇതാണ്. ഇവിടെ ഒത്തിരി കലാകാരം
അവിടെ അരങ്ങേറിയ സ്ഥലമാണ് നിശാഗന്ധി. റീമി ടോമി അങ്ങനെ ഗായകന്മാരും സിനിമാ നടന്മാരും നടിമാരും എല്ലാവരും വന്ന് ഒരുപാട് പരിപാടി അവതരിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ട്രിവാൻഡ്രം നിശാഗന്ധി. ഇപ്പോൾ ലൈറ്റ്സ് കണ്ടില്ലേ ഗൈസ്, ഞങ്ങളങ്ങനെ നടന്നു, കുറേ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതാണ് നിശാഗന്ധി. ഞാൻ കുറച്ച് തന്നെ പ്രോഗ്രാം കാണട്ടെ എന്ന് ഞാനും വിജയം പറഞ്ഞു വേണ്ട, ഒരുപാട് സമയമാവും, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ തന്നെ ഒത്തിരി സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇക്ക പറയുന്നത് എന്താ വെച്ചാൽ ഒത്തിരി നടക്കാനുണ്ട്, ഇതിലേ പോയി അവിടെ വരെ ചുറ്റി നടക്കുമ്പോഴേക്കും മണിക്കൂർ ഒന്ന് കഴിയും, നമുക്ക് ഇതിലേ തന്നെ തിരിച്ചു പോകാമെന്ന്. ഇസ സമ്മതിച്ചില്ല, കാരണം ഇസക്ക് അത്രയും കാണണമല്ലോ, ഇതിലും കൂടുതൽ അവിടെയല്ലേ കാണാനിരിക്കുന്നത് അല്ലേ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ഈ ഏകദേശം കനകക്കുന്നൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വല്ലാത്തൊരു കുന്ന് തന്നെയാണ് മക്കളെ, നടന്ന് ഒരറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ ഓണത്തിൻ്റെ സമയത്ത് വരണം ഗൈസ്. ലൈറ്റ് മാത്രമേ കാണൂ, സ്ഥലങ്ങളൊന്നും കാണില്ല, അത്രയ്ക്ക് ലൈറ്റായിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവിടെ ഉണ്ട് ഗൈസ്. ഞാനും മിസ്സയും കൂടി നടന്ന് വരുമ്പോൾ ഞങ്ങളെ തൊട്ട് പിന്നിൽ ഒരു പട്ടി എന്നെ നോക്കിയിട്ട് കടിക്കണോ വേണ്ടെന്നുള്ള ഒരു രൂപത്തിലായിരുന്നു കക്ഷി ഇരുന്നത്. ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തി ഗൈസ്. എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല, ഹസ്ബൻഡ് മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കൊട്ടാരം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ബാക്കിൽ ഷൂട്ട് ചെയ്ത് വരല്ലേ, എൻ്റെ പിന്നിൽ കക്ഷി വന്ന് ഇങ്ങനെ കുറച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു 2-3 മിനിറ്റ് എൻ്റെ പിന്നാലെ തന്നെ വന്നു. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനതിൽ ഒച്ചയിടുന്നൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് കളഞ്ഞു അതെന്ന്. അപ്പോൾ ഗൈസ്, കാണാൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്കൊന്നും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ കനകക്കുന്ന്, നമ്മുടെ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും എന്തിനെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കാണാതെ പോകരുത് കേട്ടോ. കാണാൻ ഒത്തിരി ഉണ്ട്. ഇവിടെയൊക്കെയാണ് ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. ഞങ്ങൾ പോയ സമയത്ത് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ നല്ല കുറവുണ്ടായിരുന്നു, അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയത്തൊക്കെ ഒത്തിരി ആളുകൾ വന്നിരുന്നിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ചില സമയങ്ങളിലേക്ക് പോകുമ്പോഴേ. പിന്നെന്താ, എത്ര ജനങ്ങൾ വന്നാലും അവിടെ അത്രയും സ്ഥലമുണ്ടല്ലോ അല്ലേ കാണാനൊക്കെ. ഞങ്ങൾ അത്രയും നടന്നുള്ളൂ ഗൈസ്, മതിയായി. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൻ്റെ തൊട്ടടുത്തതാ അമ്പലത്തിലെ പരിപാടിയാണ്. അവിടെയും കുറേ ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ അതിമനോഹരമായ ലൈറ്റ്സൊക്കെ കണ്ടു. നേരെ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ലൈക്കും സബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും ലൈവും വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അതിനിടയ്ക്ക് എൻ്റെ കുട്ടി വീഡിയോസൊക്കെ ഉണ്ടാവും. എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ ബൈ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ വെരി മച്ച്. ബൈ.